ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ സിംഗിൾ ലെജൻഡ് മീഡിയ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്സപ്പിൻ്റെ ഒരു സെക്യൂർ ഓപ്ഷനാണ്. ആ ഒരു ഓപ്ഷൻ നമ്മളെപ്പോലുള്ള ഏജിലുള്ള ആൾക്കാർക്ക് എന്തായാലും വേണ്ട ഒരു ഓപ്ഷനാണ്. കാരണം സകല ഉഡായിപ്പുകളും ഒളിഞ്ഞിരിക്കുന്നത് വാട്സപ്പിനകത്താണ്. അത് ഹാക്ക് ചെയ്യപ്പെട്ടാലോ? അപ്പോൾ അത് ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് തന്നെ അതിലൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷൻ എന്താണെന്നും അത് എങ്ങനെ ചെയ്യണമെന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അപ്പുറത്തുള്ള ചെറിയ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. എന്നാൽ നമുക്ക് വീഡിയോയ്ക്ക് പോയാലോ? നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത ശേഷം റൈറ്റ് സൈഡിലും 3 ഡോട്ട് എടുത്ത് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തതിന് ശേഷം അക്കൗണ്ട്സ് സെലക്ട് ചെയ്യാം. അക്കൗണ്ട് എന്ന് കാണുന്നില്ലേ, സെലക്ട് ചെയ്യാം. അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ, ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം എനേബിൾ കൊടുക്കുക. താഴെ എനേബിൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ ഒരു 6 ഡിജിറ്റ് പാസ്വേഡ് ചോദിക്കും. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് അടിക്കുക. ഇപ്പോൾ ഞാൻ തൽക്കാലം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അടിക്കുന്നത് 4 അടിക്കുന്നത്. 4 അടിച്ചു, 6 തവണ അടിച്ചു, ഡണ്ണ് കൊടുത്തു. അപ്പോൾ ഒന്നുകൂടി അത് ചോദിക്കും, കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിക്കും. വീണ്ടും ഞാൻ അടിച്ച പാസ്വേഡ് ഒന്നുകൂടി അടിക്കുന്നു, 4 ഒന്നുകൂടി അടിക്കുന്നു, 6 തവണ ടൈപ്പ് ചെയ്ത ശേഷം നമ്മൾ ഡണ്ണ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ പാസ്വേഡ് റിക്കവറിക്ക് വേണ്ടിയിട്ട് ഇമെയിൽ ID ചോദിക്കും. ഞാൻ ജസ്റ്റ് സ്കിപ്പ് അടിച്ച് വിടുകയാണ്. ഓക്കെ കൊടുക്കുന്നു. ജസ്റ്റ് വായിച്ച് നോക്കുക, ഓക്കെ കൊടുക്കുക. പ്രോസസ്സിംഗ് ആവുന്നു. ഓപ്ഷൻ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് ഡിസേബിൾ ചെയ്ത് വയ്ക്കാം. താഴത്തെ ഓപ്ഷൻ ഉണ്ട്, ഡിസേബിൾ ഓപ്ഷൻ ഉണ്ട്, ഡിസേബിൾ ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ പിന്ന് ചേഞ്ച് ചെയ്യാം. അങ്ങനെ ഓപ്ഷൻസൊക്കെ താഴോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് സെക്യൂർ മോഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇത്ര സിമ്പിളായിട്ട് നമ്മൾ വാട്സപ്പ് എങ്ങനെ ഹാക്ക് ചെയ്യാതെ നമുക്ക് തന്നെ ഉപയോഗിക്കാമെന്ന് പഠിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്കും കൂടി ഇതൊരു പുതിയൊരു അറിവായിരിക്കും. അവരും സെക്യൂറായിട്ട് അവർ വാട്സപ്പ് ഉപയോഗിക്കട്ടെ, ചാറ്റിങ്ങുകൾ നടക്കട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.